ദല്ലാൽ നന്ദകുമാറിന്റെ ഒരു വാർത്താ സമ്മേളനമുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് കേൾക്കാം. എന്തെങ്കിലും ബോംബ് പൊട്ടിക്കാനാണോ? വിഷുക്കാലത്ത് ഞാനല്ല എടുത്തത്. അന്ന് യാദർച്ഛികമായി എന്നെ 6 or 7 തവണ എത്തിയോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം വിളിച്ചുകൊണ്ടിരുന്നുകൊണ്ട് എടുത്താണ്. എന്റെ 9810561283 എന്ന് ഞാനിപ്പോ ഉപയോഗിക്കുന്ന 10-15 വർഷം പഴക്കമുള്ള ആ നമ്പറിലാണ് അദ്ദേഹം വിളിച്ചത്. അന്ന് വാട്സപ്പിലല്ല അദ്ദേഹം എന്നെ വിളിക്കണം. പിന്നെയാണ് എനിക്ക് ആ നമ്പറിൽ വാട്സപ്പില്ല. എന്റെ മറ്റു വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞാനിപ്പോ പ്രതിപാദിച്ച അദ്ദേഹത്തിന്റെ 2 നമ്പറിൽ നിന്ന് അദ്ദേഹം എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. ഇതിപ്പോഴത്തെ അനിലിന്റെ പുതിയ ഗൂഢസംഘം. അനില് മറ്റേ UP ന്ന് പോയി NDAയിലായപ്പോ ഈ കച്ചവട സംഘം നേരെ നരേന്ദ്രമോദിയെ കാണാൻ പോയി. ഈ സംഘം അവിടെ കച്ചവടം ഉറപ്പിക്കാൻ പോണതിന്റെ പുതിയ പിക്ചർ അനിലാണ്. ഈ ആൻഡ്രൂസ് ആന്റണി എന്ന് പറഞ്ഞ് ഈ അനിലിനെ ഈ തരം വേലകൾ പഠിപ്പിച്ച ആളാണ് ഈ നിൽക്കുന്നത്. ഈ മനുഷ്യൻ കാലാകാലങ്ങളനുസരിച്ച് PMOയിലും മറ്റും എല്ലാം എത്തിപ്പെടും. ആൻഡ്രൂസ് ആന്റണി അദ്ദേഹമാണ് എനിക്ക് വിശ്വാസത്തിന് വേണ്ടി ആ കാർഡ് തന്നത്. കാർഡിന്റെ കോപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. മനസ്സിലായ? ഇതാണ് ആൻഡ്രൂസ് ആന്റണി. ഇപ്പൊ ഇവര് NDAയുടെ ഭാഗമായി കഴിഞ്ഞു. ഇനി 2024 ജൂലൈ 4 റിസൾട്ട് വന്നിട്ട് ഇന്ത്യ സഖ്യം വന്നാൽ ഇവര് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാവും. ഇവര് ഈ ആൻഡ്രൂസ് ആന്റണിക്ക് കർണാടകയിലെ 90 പിന്നെ എല്ലാം 4 തുടങ്ങുന്ന ഒരു ഫാൻസി നമ്പർ ആയിരുന്നു. ഇപ്പൊ അദ്ദേഹം ആ നമ്പർ മാറ്റി 914 പിന്നെ എല്ലാം 1111 ആ നമ്പറാണ് ഇപ്പൊ അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഞാൻ അന്ന് വേറൊരു ആരോപണം കൂടി പറഞ്ഞിരുന്നു. എന്റെ കയ്യിൽ നിന്ന് BJPയുടെ ഒരു ക്രൗഡ് പുള്ളർ കാൻഡിഡേറ്റ് 10 ലക്ഷം രൂപ മേടിച്ചിട്ട് മടക്കി തന്നിട്ടില്ലെന്ന്. അതിന്റെ കോപ്പി. ടെറർ BJPയുടെ തീപ്പൊരി നേതാവും സ്ഥാനാർത്ഥിയും എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ മേടിച്ചതിന്റെ അക്കൗണ്ട് വഴി. അന്ന് ഞാൻ 2014 അക്കൗണ്ട് ഹോൾഡർ പേര് നോക്കിയാൽ കാണാമല്ലോ. വായിക്കാൻ പറ്റി വായിച്ചു നോക്കിക്കോളൂ. ശോഭ സുരേന്ദ്രന്റെ അക്കൗണ്ട് പേര് ശോഭന സുരേന്ദ്രൻ എന്നാണ്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ആ സംശയം എന്താ? നിഷേധിച്ചെടുത്ത് കൊടുക്കാം. 2014 എനിക്ക് ക്യാഷ് കൊടുത്തു പോയി. കാരണം എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. കാരണം ആ കാലഘട്ടത്തിൽ ക്യാഷ് കൈകാര്യം ചെയ്യുന്നതിന് നിയന്ത്രണമില്ല. ഇപ്പൊ നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് ഞാൻ അക്കൗണ്ട് വഴി കൊടുത്തേക്കണം. രണ്ടാമത് ഡീൽ ചെയ്തപ്പോ ഒരൊറ്റ സംശയം കൂടെ. ആ അനിൽ ആന്റണിക്ക് പണം കൊടുക്കുന്ന ഫോട്ടോ ഒന്ന് ക്രോപ്പ് ചെയ്ത പോലെയാണോ ഉള്ളത്? കാരണം നമ്മൾ തെളിവിലേക്ക് പോകണല്ലേ. എനിക്കെതിരെ പരാതി വന്ന അന്വേഷണം തുടങ്ങും. ഇലക്ഷൻ കമ്മീഷൻ പരാതി വന്നിട്ട് നോട്ടീസ് ആയിട്ടുണ്ട്. പത്തനംതിട്ടയിലുള്ള ആരോ ഞാൻ ഇയാളെ മനഃപൂർവ്വം കോൺഗ്രസിന് വേണ്ടി അപമാനിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തിട്ട് അതിന്റെ പുറത്ത് പത്തനംതിട്ട ജില്ലാ കളക്ടർ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ഫോർവേഡ് ചെയ്തതിന്റെ കോപ്പി. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ഏത് ഇന്ത്യ അധികാരത്തിൽ വന്നാലും NDA അധികാരത്തിൽ വന്നാലും ഞാൻ ഉന്നയിച്ചേക്കുന്ന ആരോപണങ്ങൾ 100% എന്റെ പേരിൽ അന്വേഷണ വിധേയമാവും. ഒരു സംശയവും വേണ്ട. അന്വേഷണം നടത്തി. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞാൽ പിറ്റേ ദിവസം അനിൽ ആന്റണി എനിക്കെതിരെ പരാതിയായിട്ട് ഇറങ്ങും. ഡൽഹിയിലെ കേസ് വരും. ജൂലൈ 2 മുമ്പ് വരുന്ന എനിക്കറിയാം. അവരുടെ തൃശ്ശൂരുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ് തന്നപ്പോൾ എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇതുപോലെ അബദ്ധം പറ്റാണ്ടിരിക്കാൻ SBIയുടെ പാർലമെന്റ് സ്ട്രീറ്റ് ബ്രാഞ്ചിൽ നിന്നാണ് ആ പൈസ അയച്ചു കൊടുത്തത്. എന്റെ ചെക്ക് വഴി ബ്രാഞ്ച്. അതിനകത്ത് സീൽ നോക്കി അറിയാമല്ലോ. ഡൽഹി പാർലമെന്റ് സ്ട്രീറ്റ് ഉണ്ട് SBIയുടെ മെയിൻ ബ്രാഞ്ച്. പണം എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ഈ പ്രോപ്പർട്ടി കാണാൻ ചെന്നപ്പോൾ മറ്റ് 2 പേർക്കും ഇതുപോലെ തന്നെ പണം കൊടുത്ത് അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ് തന്ന്. ഞാൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് കടം തരും. നമ്മൾ കടം തന്നെ പണിയില്ല. ഞാൻ ഒരു ബാങ്ക് അല്ല. പകരം എന്റെ കയ്യിലൊരു പ്രോപ്പർട്ടി ഉണ്ട് എന്റെ പേരിലിരിക്കുന്നത്. ആ പ്രോപ്പർട്ടി പകരം എടുക്കാൻ പറഞ്ഞു. ശരി, അതിന് അഡ്വാൻസ് എന്ന നിലയ്ക്ക് അക്കൗണ്ട് വഴി ജനുവരി 4, 2023 അല്ലേ? നോക്കിയേ, 23 ആദ്യത്തിലല്ലേ? ജനുവരി 4 4/1/23 പണം കൊടുത്തു. പണം കൊടുത്തത് ആ 4/1/23 ഞാൻ പണം കൊടുത്തപ്പോൾ
എന്നോട് പറഞ്ഞു ആ പ്രോപ്പർട്ടി എന്ത് വിലക്ക് ഞങ്ങൾ തമ്മിലുള്ള വില ശ്രദ്ധിക്കണ്ട, എഗ്രിമെന്റ് ഒന്നും വച്ചിട്ടല്ല കൊടുത്തത്. എഗ്രിമെന്റ് ഒന്നും വെച്ചിട്ടല്ല, പ്രോപ്പർട്ടിയുടെ എല്ലാ ഡോക്യുമെന്റും എനിക്ക് തന്നു. ഏത് ശോഭാ സുരേന്ദ്രന്റെ പടമുള്ള ആധാരത്തിന്റെ കോപ്പി, ഈ പഴയ ആധാരം അല്ലാതെ പഴയ ആധാരങ്ങളിൽ നമ്മുടെ വാങ്ങുന്ന ആളുടെ ഫോട്ടോ വരൂല. അങ്ങനെ തന്നിട്ട് ഞാൻ ആ ഭൂമി കാണാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റ് 2 പേര് ഇതേപോലെ തന്നെ ഈ ഭൂമി കൊടുക്കാമെന്നുള്ള നീക്കുപോക്ക് നടത്തിയിട്ടുണ്ട്. ഞാൻ അന്ന് തൊട്ട് പലതവണ എന്റെ പണം തിരിച്ചു തരാൻ പറഞ്ഞു. തരാന്ന് പറയല്ലാതെ പിന്നെ എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ ആദ്യം പേര് വെളിപ്പെടുത്താൻ ശ്രമിക്കാത്തപ്പോഴും ഞാൻ വിചാരിച്ചു എന്നോട് വിളിച്ച് എന്റെ പണം തിരിച്ചു തരുന്നു. പക്ഷെ ഇന്നേ വരെ, ഈ നിമിഷം വരെ ഒരു മറുപടിയില്ല. ഇതാണ് ഈ ഭരണകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കച്ചവടങ്ങൾ.